പത്തനംതിട്ട നഗരത്തിൽ പട്ടികജാതി പട്ടികവർഗ വകുപ്പിന് കീഴിൽ നിർമ്മാണം പൂർത്തിയാക്കിയ സുഫല പാർക്ക് കാട് കയറി കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ വനിതകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ സഹായിക്കുക എന്നതായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം. 5 തവണയാണ് പലപ്പോഴായി പദ്ധതി ഉദ്ഘാടനം ചെയ്തത് എന്നതും ശ്രദ്ധേയമാണ്. പ്രവർത്തനങ്ങൾ മുടങ്ങിയതോടെ ലക്ഷങ്ങൾ വിലയുള്ള ഉപകരണങ്ങളും നശിക്കുന്നു. എനിക്ക് പിന്നിൽ കാണുന്നത് പത്തനംതിട്ട സുഫല പാർക്കാണ്. പലവട്ടം ആവർത്തിച്ച് വാർത്ത നൽകിയ കാര്യമാണ്. വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നത് ഒരു പരിഹാരവും ഉണ്ടാകാത്തത് കൊണ്ടാണ്. 30 വർഷത്തിലധികമായി സുഫല പാർക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട്. പത്തനംതിട്ട ജില്ലാ കളക്ടറായിരുന്ന വസന്തകുമാരിയാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന്റെ സാമ്പത്തിക ഉന്നമനത്തിന് ഉതകുന്ന വിവിധ പദ്ധതികളും സുഫല പാർക്കിൽ ആസൂത്രണം ചെയ്തു. കരാറുകാരും പട്ടികജാതി വികസന വകുപ്പിലെ ഉദ്യോഗസ്ഥരും മത്സരിച്ചതോടെ പാർക്ക് കാടുകയറി. ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെയും ഇഴജന്തുക്കളുടെയും കേന്ദ്രമാണ് 5 ഏക്കറിലധികം വരുന്ന ഭൂമിയും കെട്ടിടവും. കൗതുകം എന്ന് പറയട്ടെ, 5 തവണയാണ് പലപ്പോഴായി പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. പാർക്കിൻ്റെ പ്രവർത്തനങ്ങൾ വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. നഗരസഭ മുൻകൈ എടുത്തുകൊണ്ട് 93 ലക്ഷം രൂപ അതിൻ്റെ സ്വിമ്മിംഗ് പൂളിൻ്റെ വികസന പ്രവർത്തനം, അതിൻ്റെ ടൈലിടാനും അതിന് വെള്ളം നിറയ്ക്കാനും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ ഗവൺമെൻറ് അതിൽ ഒരു സഹായവും ചെയ്യുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ 1ാം ഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു. അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം 2ാം ഘട്ട പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് യാതൊരു വിധമാകുന്ന ശ്രദ്ധയും ചെലുത്തുന്നില്ല. പട്ടികജാതി വികസന വകുപ്പിൻ്റെ കീഴിലാണ് എന്നതുകൊണ്ട് കളക്ടറും അതിന് വലിയ പ്രാതിനിധ്യം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏറ്റവും ഒടുവിൽ 1 വർഷം മുൻപാണ് സുഫല പാർക്കിലെ ഫർണിച്ചറുകൾക്കും CCTV ക്യാമറകൾക്കും സെക്യൂരിറ്റിയെ നിയമിക്കുന്നതിനുമായി പട്ടികജാതി പട്ടികവർഗ വകുപ്പ് ഫണ്ട് എസ്റ്റിമേറ്റ് സർക്കാരിന് കൈമാറിയത്. പാർക്കിനുള്ളിലെ കുളത്തിന്റെ നവീകരണത്തിന് പത്തനംതിട്ട നഗരസഭയും ഫണ്ട് അനുവദിച്ചു. ഇതും പൂർത്തിയായില്ല. പ്രശ്നപരിഹാരം കാണേണ്ട ജില്ലാ കളക്ടർ വിഷയത്തിൽ ഒരു താല്പര്യവും കാണിക്കുന്നുമില്ല. ഇത് വേറെ ഏതെങ്കിലും വകുപ്പിൻ്റെ കീഴിലായിരുന്നെങ്കിൽ, പട്ടികജാതി വികസന വകുപ്പ് ഒഴിച്ചിട്ട് വേറെ ഏതെങ്കിലും വകുപ്പിൻ്റെ കീഴിലായിരുന്നുവെങ്കിൽ ഇതെന്നേ പണികളെല്ലാം കഴിഞ്ഞ് പത്തനംതിട്ട നഗരത്തിലെ ഏറ്റവും വലിയ ഒരു പദ്ധതിയായി തന്നെ തീർന്നേനെ. പത്തനംതിട്ട നഗരസഭയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ പത്തനംതിട്ട ജില്ലാ ആസ്ഥാനത്തെ സംബന്ധിച്ച് നമുക്ക് വിനോദത്തിനോ വിജ്ഞാനത്തിനോ ആയിട്ട് യാതൊരു വിധമാകുന്ന കാര്യങ്ങളും ഇല്ലാത്ത ഒരു ജില്ലാ ആസ്ഥാനമാണ് പത്തനംതിട്ട എന്ന് പറയുന്നത്. ആ പത്തനംതിട്ടയിൽ 5.5 ഏക്കർ സ്ഥലവും അവിടെ കെട്ടിടവും സ്വിമ്മിംഗ് പൂൾ അടക്കമുള്ള തിയേറ്റർ അടക്കമുള്ള എല്ലാ സംവിധാനത്തോടും കൂടിയുള്ള ആ സുഫല പാർക്കിൻ്റെ പദ്ധതി വഴിമുട്ടി നിൽക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകളെ സ്വയം പര്യാപ്തമാക്കുന്നതിന് വേണ്ടി വാങ്ങിയ തയ്യൽ മെഷീനുകൾ ആർക്കും ഉപകാരമില്ലാതെ തുരുമ്പെടുത്ത് നശിച്ചു. കൺവെൻഷൻ സെന്ററിന്റെ നിർമ്മാണം പാതി വഴിയിൽ നിലച്ചു. കോഫി ഏരിയ, ബോട്ടിംഗ്, എക്സിബിഷൻ സ്പേസ്, ഷട്ടിൽ കോർട്ട്, തിയേറ്റർ തുടങ്ങി പദ്ധതികൾ പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങി. വലിയ പ്രതീക്ഷയോടെ ആസൂത്രണം ചെയ്ത പദ്ധതിയാണ് അധികൃതരുടെ അലംഭാവം മൂലം നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ താഴിട്ട് കിടക്കുന്നത് ഒരു നാടിൻ്റെ ആകെ സ്വപ്നമാണ്. നഷ്ടമാകുന്നത് പൊതുഖജനാവിലെ ലക്ഷക്കണക്കിന് രൂപയാണ്. ഈ പാർക്ക് അടിയന്തരമായി തുറന്നു നൽകാൻ ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിക്കണം. ഇങ്ങനെ ഒരു പൊതുസ്ഥലം കിടന്ന് നശിക്കുന്നത് ഈ നാടിനാകെ അപമാനമാണ്. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം AV ജയശങ്കർ, 24 പത്തനംതിട്ട. പൊതുജനം കഴുതയല്ല സാർ.